ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തേങ്ങ പാൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു 4 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് കീറിയത്, 2 തണ്ട് കറിവേപ്പില, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, ഒരു മീഡിയം തക്കാളി, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, മസാലപ്പൊടികൾ: 2 ബേ ലീഫ്, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, തേങ്ങയുടെ 1-ാം പാൽ, 2-ാം പാൽ. നമ്മളിതിൽ പച്ചവെള്ളം ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കനിലേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ, ഈ സ്പൂണിന് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിൻ്റെ പകുതി നമുക്കിപ്പോൾ ചേർക്കാം, ബാക്കി നമുക്ക് ഉള്ളി സവാള വഴറ്റുമ്പോൾ അത് ചേർക്കാം. ഈ സ്പൂൺ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്കിപ്പോൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ചിക്കനിലോട്ട് മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. വെളിച്ചെണ്ണ ചെറുതായി ചൂടാകുമ്പോൾ 1 തണ്ട് കറിവേപ്പില, ഒരു 5 പച്ചമുളക്, എല്ലാം കൂടിയിട്ടൊന്ന് വെക്കാം.
കറിവേപ്പില ചെറുതായി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടായി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർക്കാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റാം. അടപ്പം തുറക്കാം. ഉള്ളിയുടെ കൂടെ നമുക്ക് 2 ബേ ലീഫും കൂടെ ചേർക്കണമായിരുന്നു. അതും കൂടെ ചേർത്തൊന്ന് ഉള്ളിയൊക്കെ ഒരുവിധം നന്നായി വഴണ്ടിട്ടുണ്ട്. ഈ സമയം 1/2 മണിക്കൂർ കഴിഞ്ഞു. ചിക്കനെല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഉള്ളിയിലോട്ട് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് ചേർക്കാം. തക്കാളി കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അടപ്പം തുറക്കാൻ ഇതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് ചിക്കനിൽ ഒന്ന് മിക്സ് ചെയ്യും. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. അടപ്പൊന്ന് തുറക്കാം. ചിക്കനിന് വെള്ളമെല്ലാം ഇറങ്ങിക്കൊണ്ട് ഇളക്കിയ ശേഷം നമുക്ക് 2 തേങ്ങാപ്പാൽ ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി ഇത് കുറച്ച് നേരം തിളപ്പിക്കാവൂ. ഒരുപാട് നേരം ഒന്ന് ഒന്നാം പാല് ചേർത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല. ചെറുതായ ഒരു തിള വരുമ്പോൾ നമുക്ക് ഈ സമയം കറിയുടെ ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും നമുക്കൊന്ന് തേങ്ങാപ്പാൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
തേങ്ങാപ്പാൽ ചിക്കൻ കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചോറിൻ്റെയും ഫ്രൈഡ് റൈസ്, തേങ്ങാച്ചോറ്, ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത് ഓഫ് ചെയ്ത ശേഷം ഇരുന്ന് കുറേ വറ്റും. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഒരുപാട് നേരം തിളപ്പിക്കരുത്. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തേങ്ങാപ്പാൽ ചിക്കൻ കറി റെഡി.